നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് നമ്മൾ ഗുരു ശിഷ്യ ബന്ധത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ആധ്യാത്മിക വ്യക്തിയുടെ ജീവിതത്തിൽ ഗുരുവിൻ്റെ കടാക്ഷമില്ലാതെ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കില്ല. വളരെ വിരളമായ അപൂർവമായ ആൾക്കാർക്ക് മാത്രമേ ഗുരു ഇല്ലാതെ നേരിട്ട് ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരൻ്റെ അടുത്ത് പോകാൻ സാധിക്കുള്ളൂ. ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ നല്ല ഒരു വിരുന്ന് നമ്മൾ പാചകം ചെയ്താലും അത് ഭഗവാന്റെ മുമ്പേ കൊണ്ടുപോയി സമർപ്പിക്കുന്നതിന് മുന്നായിട്ട് തുളസി ഇല വയ്ക്കും. അതിപ്പോൾ ക്ഷേത്രമായാലും ശരി, വീടുകളായാലും ശരി, തുളസി ഇല വെച്ചിട്ടാണ് അത് വന്നിട്ട് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത്. എത്ര മനോഹരമായി ഒരാൾ പാചകം ചെയ്തിരുന്നാലും തുളസി ഇല വെച്ചില്ലെങ്കിൽ അത് ഭഗവാൻ സ്വീകരിക്കുകയില്ല. കാരണം ഭഗവാൻ പറയുന്നു, തുളസി പറയുന്നു, ഇദ്ദേഹം ശുദ്ധമായ ബോധത്തോടുകൂടെയാ പാചകം ചെയ്തത്. പാചകം ചെയ്യുന്ന നേരത്ത് തെറ്റായ ചിന്തകളൊന്നും ചിന്തിച്ചില്ല. കുളിച്ച് ശുദ്ധമായി വൃത്തിയായി നാമജപം ചെയ്ത ആളാണ്. അതുകൊണ്ട് ഭഗവാൻ ധൈര്യമായും ഈ സമർപ്പണം സ്വീകരിക്കാം എന്ന് തുളസി റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് ഭഗവാൻ ആ ഭക്ഷണം സ്വീകരിക്കുന്നത്. അതേപോലെ ഒരു ഭക്തൻ്റെ ജീവിതത്തിലും ആധ്യാത്മിക ഗുരു വേണം. ഗുരു ഭഗവാന്റെ അടുത്ത് പറയാ, ഇദ്ദേഹം നല്ല ഭക്തനാ, അതിന് ഞാനാണ് ഉറപ്പ്. ഇദ്ദേഹം സദാസമയവും അങ്ങയുടെ നാമം ജപിക്കും, സേവനങ്ങൾ ചെയ്യും, ആരോടും മത്സരമില്ല എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ അത് സ്വീകരിക്കും. ഭൗതിക ലോകത്തിൽ തന്നെ നോക്കിക്കോളൂ, വളരെ ഉയരത്തിലെത്തിയ ആൾക്കാരെല്ലാം എപ്പോഴും അവരുടെ ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാവരും ഒരു രാഷ്ട്രീയക്കാരാകട്ടെ, അല്ലെങ്കിൽ ഒരു കായിക താരം, സ്പോർട്സ് സ്റ്റാർ, അല്ലെങ്കിൽ സെലിബ്രിറ്റി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ വിദഗ്ധർ, അവരെപ്പോഴും അവരുടെ ഗുരുക്കന്മാരെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് ലഭിച്ചത്. സ്വാമി പ്രഭുപാദർ, എപ്പോഴൊക്കെ ഭക്തജനങ്ങൾ പ്രഭുപാദരെ സ്തുതിക്കുമോ ഉടനെ പ്രഭുപാദർ പറയും, ഇതൊന്നും എൻ്റെ കഴിവല്ല, എൻ്റെ ഗുരുനാഥനായ പരമപൂജ്യ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ കൃപയാണ് എന്ന് എപ്പോഴും ഗുരുവിൻ്റെ നാമം സ്മരിക്കും. അപ്പോൾ എന്ത് ഭക്തി ഇതൊക്കെ ഉണ്ടെങ്കിലും ഗുരു കടാക്ഷമില്ലെങ്കിൽ നമുക്ക് ഭക്തിയിൽ ഉയരാൻ പറ്റില്ല.
ആരാണ് യഥാർത്ഥ ഗുരു? ഒരു യഥാർത്ഥ ഗുരു വന്നിട്ട് ഒരു ഭക്തനെയും പുറന്തള്ളുകയില്ല, വേണ്ട എന്ന് പറയത്തില്ല. അവൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു നല്ല സ്വഭാവത്തിനെ കണ്ടുപിടിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ച് ആ നല്ല സ്വഭാവത്തിനെ ഉയർത്തി കൊണ്ടുവന്ന് അവനെ നല്ലവനാക്കി മാറ്റാൻ കഴിവുള്ള വ്യക്തിയാണ് ഗുരു. ഇതിപ്പോൾ ഒരു എക്സസൈസാണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ കലികാലത്തിൽ കൂടുതൽ ആൾക്കാർക്കും കുറ്റം കുറവുകൾ അധികവും നല്ല സ്വഭാവം കുറവുമാണ്. ഇതാണ് കലികാലത്തിൽ. സത്യയുഗത്തിലൊക്കെ ആണെങ്കിൽ 90-95% നല്ല സ്വഭാവം, അല്പം ദോഷമുണ്ടായിരുന്നു. പിന്നെ ത്രേതായുഗം വന്നപ്പോൾ ഒരു 25% ദോഷവും 75% നല്ലതുമായി. ദ്വാപരയുഗം വന്നപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലും 50% നന്മയും 50% ദോഷവുമായി, പകുതിക്ക് പകുതിയായി ദ്വാപരയുഗത്ത്. കലികാലം വന്നപ്പോൾ 75% ദോഷവും 25% മാത്രമേ നമ്മുടെ ഉള്ളിൽ നന്മയുള്ളൂ. എല്ലാവരും നല്ലവരാ, എല്ലാവരും കോഴിയും മാംസവും ഒക്കെ കഴിക്കും, കുറേ പേര് മദ്യപിക്കും, അങ്ങനത്തെയൊക്കെ കലികാലത്തിൽ. ഇല്ല ഞാൻ എന്നും മാംസം കഴിക്കാറില്ല, ഞാൻ വന്ന് വ്യാഴാഴ്ച വെജിറ്റേറിയനാണ്. ചിലരൊക്കെ പറയും ഞാൻ വ്യാഴാഴ്ച ദിവസം വെജിറ്റേറിയനാണ്. ഞാൻ മാസത്തിലൊരു ദിവസം ഗുരുവായൂർ പോകുന്നന്ന് ഞാൻ വെജിറ്റേറിയനാണ്, ബാക്കി ദിവസമൊക്കെ കഴിക്കും. അങ്ങനെ 75% ദോഷവും 25% നന്മ മാത്രമുള്ളവരാ കലികാലത്തിലുള്ളവർ. അപ്പോൾ ഗുരു ആരാ? അവൻ്റെ ആ ചെറിയ ഒരു നന്മയെ കണ്ടുപിടിച്ചിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക. തെറ്റ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരിലും തെറ്റുണ്ട്, തെറ്റുകൾ മാത്രമേ കാണാൻ സമയമുണ്ടാവുള്ളൂ. ഒരിക്കൽ പ്രഭുപാദ് സ്വാമികളുടെ ഗുരു ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു ശിഷ്യൻ വന്നുകൂടി. മഹാപെശക, മഹാകുഴപ്പക്കാരനാണ്. എല്ലാ തെറ്റുകളും കുഴപ്പങ്ങളും എല്ലാം ചെയ്യും. അപ്പോൾ ആർക്കും ആ ഭക്തനെ ഇഷ്ടമല്ല. പക്ഷെ ഗുരുനാഥൻ എന്ത് ചെയ്തു? ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, ആ ഗുരുനാഥൻ എന്ത് ചെയ്തു? അവനിൽ ഒരു നല്ലത് കണ്ടുപിടിച്ചു. എന്താണ് നല്ലത്? തുണിയൊക്കെ നല്ല വൃത്തിക്ക് നനച്ച് തേച്ച് വെടുപ്പാക്കി അങ്ങനെ ഇട്ടിട്ട് നടക്കും. ആ ഒരു നല്ല സ്വഭാവം കണ്ടുപിടിച്ചു. അപ്പോൾ കാണുമ്പോഴൊക്കെ അവൻ്റെ അടുത്ത് പറയും, ആഹാ നിൻ്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലോ, നിൻ്റെ ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ, വൃത്തിയായിട്ടുണ്ടല്ലോ. ആ നല്ലത് മാത്രം എടുത്ത് പറയും. അപ്പോൾ ഈ ശിഷ്യൻ എന്ത് ചെയ്തു? ഗുരുവിൻ്റെ മുമ്പേ പോയി നല്ല പേരെടുക്കാൻ വേണ്ടി എന്നും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരും. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ ഗുരുനാഥൻ നല്ലതെന്ന് പറയുമ്പോൾ പിന്നെ ഇവനൊരു തെറ്റ് ചെയ്യുമ്പോൾ, അയ്യോ ഞാൻ ഗുരുനാഥൻ്റെ മുമ്പേ എങ്ങനെ ചെന്ന് നിൽക്കും? ഈ തെറ്റ് കാണിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കിയല്ലോ, ഇവരുടെ അടുത്ത് കള്ളം പറഞ്ഞല്ലോ, എന്നിട്ട് എൻ്റെ ഗുരുവിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്നവൻ സ്വയം മനസ്സിലാക്കി അവൻ്റെ തെറ്റുകൾ ക്രമേണ തിരുത്താൻ തുടങ്ങി. ഇതാണ് യഥാർത്ഥ ഗുരു. ഇപ്പോൾ കുറ്റം നോക്കിക്കഴിഞ്ഞാൽ ഇതപ്പോൾ ഈ സത്സംഗത്തിൽ 300-400 പേര് വരുന്നു. നമ്മളിൽ എല്ലാവരിലും ദോഷമുണ്ട് ഇല്ലേ? കള്ളം പറയാത്തവർ, വഞ്ചിക്കാത്തവർ, ചതിക്കാത്തവർ, സത്യം ഒളിപ്പിക്കാത്തവർ എന്ന് ആരുമില്ല. എല്ലാവരും ഇന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് വേണം ചോദിക്കാൻ, അത്രയേ ഉള്ളൂ. എന്നും ചെയ്യുന്നവരാ. അപ്പോൾ ഗുരുനാഥൻ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയുടെ ഉള്ളിലുള്ള നല്ലതിനെ, ആ ഒരു ചെറിയ സ്ഫുലിംഗം, ആ നല്ലതിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ തന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവൻ്റെ നന്മ വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കും. ശരിക്കുമുള്ള ആത്മീകവാദി ദോഷങ്ങളല്ല കാണുക, നന്മയാ കാണുക. ശരി, ഇനി അടുത്തത് ശിഷ്യന്മാർ ശാസ്ത്രം പറയുന്നു 3 തലത്തിലാണ് ശിഷ്യഗണങ്ങൾ. കനിഷ്ഠ അധികാരി, മധ്യമ അധികാരി,
ഉത്തമ അധികാരി. കനിഷ്ഠൻ, മധ്യമൻ, ഉത്തമൻ. ശിഷ്യന്മാരിൽ 3 പേരുണ്ട്. ആരാണ് കനിഷ്ഠൻ? ഗുരുവിന് കൊടുത്ത വാക്ക് കൃത്യമായി ചെയ്യുന്നവൻ കനിഷ്ഠൻ. ഗുരുവിന് കൊടുത്ത വാക്ക് ചെയ്തിട്ട് ഗുരു തരുന്ന സേവകളും കുറച്ചും കൂടെ അധികമായി ചെയ്യുന്നവൻ മധ്യമൻ. ഗുരു ഒന്നും പറഞ്ഞില്ലെങ്കിലും ഗുരുവിൻ്റെ മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞ് ചെയ്യുന്നവൻ ഉത്തമൻ. ഇപ്പോൾ ഗുരു വന്ന് ഒരു പാത്രം കഴിച്ചിട്ട് ഒരു പാത്രം കൊടുത്തു എന്ന് വെച്ചോളൂ. ഈ പാത്രം കൊണ്ടുപോയി അവിടെ വയ്ക്കുക എന്ന് പറഞ്ഞ് ഒരു പാത്രം കൊടുത്തു. ഒരു ശിഷ്യൻ എന്ത് ചെയ്തു? പറഞ്ഞതുപോലെ അതിനെ കൊണ്ടുപോയി അവിടെ വെച്ചു. രണ്ടാമത്തെ ശിഷ്യൻ എന്ത് ചെയ്തു? അവിടെ കൊണ്ടുപോയി അതിനെ കഴുകി വെച്ചു. മൂന്നാമത്തെ ശിഷ്യൻ എന്ത് ചെയ്തു? കഴുകിയത് മാത്രമല്ല, അത് കൃത്യം എവിടെയാണ് വെക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനെ കൊണ്ടുപോയി അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. ഒരു ചെറിയ കാര്യമാണ്. ഒരു പാത്രം കൊടുത്തു കഴുകി വെക്കാൻ പറഞ്ഞു. ഒരു ശിഷ്യൻ അതിനെ മേടിച്ചുകൊണ്ട് പോയി കഴുകി വെച്ചു. ഇനി ഒരുത്തൻ വെച്ചു, ഒരുത്തൻ കഴുകി വെച്ചു, ഒരുത്തൻ അതിൻ്റെ കൃത്യസ്ഥലം അന്വേഷിച്ചു വെച്ചു. കനിഷ്ഠ അധികാരി ആരാ? പാത്രം അവിടെ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു, ഞാൻ അവിടെ വെച്ചല്ലോ, ഗുരു പറഞ്ഞത് ഞാൻ ചെയ്തല്ലോ. പറഞ്ഞത് മാത്രം ചെയ്യുന്നവൻ കനിഷ്ഠൻ. പറഞ്ഞതും ചെയ്ത് അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ചെയ്യുന്നവൻ മധ്യമൻ. ഗുരു വാക്കേ പറയാതെ ഗുരുവിൻ്റെ ഹൃദയം മനസ്സിലാക്കി ചെയ്യുന്നവൻ ഉത്തമനായ ശിഷ്യൻ. ഇപ്പോൾ ദിവസം ഇത്ര സംഖ്യ മാല നാമജപം ചെയ്യണം, സസ്യഭുക്കായിരിക്കണം, ഇതെല്ലാം ചെയ്യുന്ന ഒരാൾ കനിഷ്ഠനായ അധികാരി, ഭക്തൻ. ഗുരു പറയുന്ന അത് കൃത്യമായി ചെയ്യുക. ദിവസവും 4 മാല എന്ന് വെച്ചാൽ 4 മാല, 8 മാല എന്ന് വെച്ചാൽ 8 മാല, അത് എന്താണോ അത് ചെയ്യേണ്ടത് മാത്രം കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ കനിഷ്ഠ ഭക്തൻ. പിന്നെ അതിൽ നിന്ന് ഒരു പടി ഉയർന്ന് ഗുരു പറയുന്ന സേവനമെല്ലാം ചെയ്യുന്ന ഒരാൾ മധ്യമ ഭക്തൻ. ഗുരു ഒന്നും പറയാതെ ഗുരുവിൻ്റെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഗുരുനാഥൻ എന്താ ആഗ്രഹം, സ്വാമി പ്രഭുപാദർ നമ്മളെടുത്ത് എന്താ ആവശ്യപ്പെടുന്നത്, നമ്മുടെ ദീക്ഷാഗുരുക്കന്മാരെന്താ ആവശ്യപ്പെടുന്നത്, ശിക്ഷാഗുരുക്കന്മാർ ഞാൻ എങ്ങനെ ഇരുന്നാൽ അവർക്ക് ഇഷ്ടമാകും എന്നവർ പറയാതെ തന്നെ അവരുടെ മനസ്സ് അറിഞ്ഞ് അതനുസരിച്ച് ചെയ്യുന്നവർ. സ്വാമി പ്രഭുപാദർക്ക് തമാലകൃഷ്ണ മഹാരാജ് എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. തമാലകൃഷ്ണ മഹാരാജ് അത്ര അടുപ്പമാണ് പ്രഭുപാദ് സ്വാമികളോട് അദ്ദേഹത്തിന്, വളരെ അടുപ്പമാണ്. ഒരു ദിവസം പ്രഭാഷണത്തിൻ്റെ കൽക്കട്ടയിൽ മായപ്പൂർ എന്ന സ്ഥലത്ത് പ്രഭാഷണം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് പ്രഭുപാദ് സ്വാമികൾ തൻ്റെ വിരലൊന്ന് ഉയർത്തി. ഉടനെ ഈ തമാലകൃഷ്ണ മഹാരാജ് പ്രഭുപാദരുടെ മുറിയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് എടുത്തുകൊണ്ട് പോയി ഗംഗയിലിരുന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് കൊടുത്തു. അതായത് പ്രഭുപാദ് സ്വാമികൾ ഒന്നും ചെയ്തില്ല, ഒന്ന് വിരൽ ഉയർത്തിയതേ ഉള്ളൂ. തമാലകൃഷ്ണ മഹാരാജിന് മനസ്സിലായി പ്രഭുപാദർ ഇപ്പോൾ വിരൽ ഉയർത്തിയത് ഗംഗാവെള്ളം ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി. ചില വീടുകളിൽ ഈ ബന്ധം വളരെ അടുപ്പമുള്ള ബന്ധമുള്ള സ്ഥലത്ത് ഭർത്താവോ ഭാര്യയോ വാതുറന്ന് ഒന്നും സംസാരിക്കേണ്ട, അവരെ മുഖം കാണുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാവും എന്താണ് പറയാൻ വരുന്നത് എന്ന് മനസ്സിലാവും. ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഭർത്താവിൻ്റെ മുഖം കാണുമ്പോഴേ ഭാര്യയ്ക്ക് മനസ്സിലാവും, ചിലപ്പോൾ ഭാര്യയുടെ മുഖം കാണുമ്പോൾ ഭർത്താവിന് മനസ്സിലാവും, ചിലപ്പോൾ അച്ഛനമ്മയുടെ മുഖം കാണുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും. ഒന്നും പറയണ്ട, നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറയണ്ട, ഞാൻ ചെയ്തത് അവർക്ക് ഇഷ്ടമാണ്, എല്ലാം മുഖം കാണുമ്പോഴേ മനസ്സിലാവും. എന്നാലും നമ്മൾ മലയാളികളാ, മനസ്സിലായാലും ചിലപ്പോൾ ചെയ്യൂല, അത് വേറെ കാര്യം. പക്ഷേ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അവരുടെ അടുപ്പം, അവരെ തമ്മിലുള്ള അടുപ്പം അത്രയ്ക്കുമാണ്. അതുപോലെയാണ് സ്വാമി പ്രഭുപാദർ വിരൽ ഉയർത്തിയപ്പോൾ ഗംഗാവെള്ളം ചോദിച്ചുകൊണ്ടാണ് വിരൽ ഉയർത്തിയത് എന്ന് ആ ശിഷ്യൻ മനസ്സിലാക്കിക്കൊണ്ട് ഓടിച്ചെന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്നു. ഇതാണ് ഉത്തമ അധികാരി. എൻ്റെ ഗുരു എൻ്റെ അടുത്തിരുന്ന് എന്താവശ്യപ്പെടുന്നു.
കാരണം ഗുരു കടാക്ഷമില്ലാതെ ഭഗവത് കടാക്ഷം ഇല്ല. ഗുരുവിൻ്റെ കാരുണ്യം ലഭിച്ചാൽ മാത്രമേ ഭഗവാന്റെ കാരുണ്യം ലഭിക്കുകയുള്ളൂ. രാമാനുജാചാര്യർക്ക് 1000 കൊല്ലം മുമ്പേ ശ്രീ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രസിദ്ധനായ ആചാര്യനാണ് രാമാനുജാചാര്യർ. ഈ രാമാനുജാചാര്യർക്ക് കൂരത്താഴ്വാർ എന്നൊരു ശിഷ്യനുണ്ട്. ഉത്തമ അധികാരിയ, ഗുരുവിൻ്റെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം കൂരത്താഴ്വാർ. ഒരു തവണ ഇവർ ഹിമാലയത്തിൽ കശ്മീരിൽ സരസ്വതി ക്ഷേത്രത്തിൽ, അന്ന് മഹാപണ്ഡിതന്മാരവിടെ കശ്മീരിലുണ്ടായിരുന്നു. കശ്മീരി പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ അത്ര പ്രസിദ്ധമാണ് ഒരു കാലഘട്ടത്ത്. ഈ പണ്ഡിതന്മാരുടെ കയ്യിൽ ബോധായന പ്രീതി എന്നൊരു ഗ്രന്ഥം അവരെ കയ്യിലുണ്ടായിരുന്നു, അവരെ പക്കലുണ്ടായിരുന്നു. ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ അടുത്ത് ബോധായന പ്രീതി എന്നൊരു പുസ്തകം. ഈ പുസ്തകം രാമാനുജാചാര്യർക്ക് വേണം. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കിട്ടിയാലേ രാമാനുജാചാര്യർക്ക് വ്യാഖ്യാനം രചിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തൻ്റെ ശിഷ്യനായ കൂരേശനെയും വിളിച്ചുകൊണ്ട് ശ്രീരംഗത്തിലിരുന്ന് കശ്മീർ വരെ യാത്ര തിരിച്ചു. അവിടെ ചെന്നപ്പോൾ ഈ പണ്ഡിതന്മാർ ഒരിക്കലും തരില്ല. കാരണം അവർക്കറിയാം ഈ രാമാനുജാചാര്യർ മഹാപണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം വളരെ ശക്തമായതാണ്, മറ്റുള്ളവരെല്ലാം തോൽപ്പിച്ചു കളയും, അതുകൊണ്ട് ഈ പുസ്തകം അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് അവരങ്ങ് തീരുമാനിച്ചു. കശ്മീരി പണ്ഡിതന്മാർ ബോധായന പ്രീതി എന്ന പുസ്തകം രാമാനുജാചാര്യർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അപ്പം ഇദ്ദേഹം ഒരുപാട് അപേക്ഷിച്ചു, അവർ തരാൻ തയ്യാറായില്ല. ഉടനെ അവിടുത്തെ രാജാവിൻ്റെ അടുത്ത് ചെന്ന് രാമാനുജാചാര്യർ അപേക്ഷിച്ചു, എനിക്ക് ആ പുസ്തകം വേണ്ട, ഒന്ന് തന്നാൽ ഞാൻ പകർത്തി അപ്പം തന്നെ തിരിച്ചു തരാം. അപ്പം രാജാവ് വിചാരിച്ചു ഇതൊരു ന്യായമായ ആവശ്യമാണല്ലേ. ആ ആചാര്യൻ, മഹാ ആചാര്യൻ പുസ്തകം സ്വന്തമായിട്ട് ചോദിച്ചില്ല, പകർത്തിയിട്ട് തരാമെന്നല്ലേ പറഞ്ഞത്. ഉടനെ പണ്ഡിതരെ വിളിച്ച് രാജാവ് പറഞ്ഞു, കശ്മീരി പണ്ഡിതന്മാരെ നിങ്ങൾക്ക് എന്താ പ്രശ്നം, അദ്ദേഹം തിരിച്ചു തരാമെന്ന് പറയുന്നില്ലേ, ആ പുസ്തകം കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് കൊടുക്കാൻ മനസ്സില്ല. ഉടനെ ഇവർ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്ന സരസ്വതി ദേവി കൊടുക്കണ്ടെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. കുറ്റം തൂക്കി സരസ്വതി ദേവിയുടെ തലയ്ക്കിട്ടു. നമ്മൾ ആരാധിക്കുന്ന സരസ്വതി ദേവി ഈ പുസ്തകം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഇതും കൂടെ കേട്ടപ്പോൾ രാമാനുജാചാര്യർക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. ഉടനെ രാമാനുജാചാര്യർ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ ശരി, ഇന്ന് ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പേ എല്ലാ പുസ്തകങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഈ ബോധായന പ്രീതി പുസ്തകവും കൂടെ വെച്ച് നടയടയ്ക്കുക. നാളെ അമ്പലം തുറക്കുമ്പോൾ ഈ ബോധായന പ്രീതി എന്ന് പറയുന്ന പുസ്തകം മേലെ വന്നിരുന്നാൽ, ഈ കെട്ടിൽ തന്നെ മേലെ ഉണ്ടെങ്കിൽ സരസ്വതി ദേവി സമ്മതിച്ചു എന്നർത്ഥം, എനിക്ക് ഈ പുസ്തകം തരണം. രാജാവ് സമ്മതിച്ചു. ഓ ശരി, അങ്ങനെ ചെയ്യാം. പണ്ഡിതന്മാരുടെ അടുത്തും പറഞ്ഞു, എല്ലാ പുസ്തകവും കൊണ്ടുപോയി അകത്ത് പൂജാമുറിയിൽ വെച്ച് കെട്ടിവെച്ച് അടച്ചോളൂ. നാളെ രാവിലെ ഈ ഒരു പുസ്തകം മേലെ വന്നിരുന്നാൽ നിങ്ങൾ രാമാനുജാചാര്യർക്ക് കൊടുക്കണം. പണ്ഡിതന്മാരും ശരി എന്ന് സമ്മതിച്ചു. പക്ഷെ പണ്ഡിതന്മാർക്ക് പേടി എന്താ, ഇനി അഥവാ ഈ പുസ്തകം മേലെ വന്നാൽ രാമാനുജാചാര്യർ കൊടുക്കണമല്ലോ. ഉടനെ ഈ പണ്ഡിതന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു ബുദ്ധി പരിപാടി ചെയ്തു. പൂജാരിയെ വിളിച്ചിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, രാത്രിക്ക് രാത്രി ഈ ബുക്ക് അടിച്ചു മാറ്റിക്കൊള്ളണം, ഈ പുസ്തകം അവിടെ പാടേയില്ല, മോഷണം ചെയ്തോളാൻ പറഞ്ഞു പണ്ഡിതന്മാർ. ഈ പൂജാരിയും ശരിയെന്ന് പറഞ്ഞ് കാശെല്ലാം വാങ്ങിച്ചു. അടുത്ത ദിവസം രാവിലെ പോയി ക്ഷേത്രം തുറന്ന് നോക്കിയപ്പോൾ ഈ പുസ്തകത്തിനെ കാണാനില്ല. രാമാനുജാചാര്യർ ഹൃദയം തകർന്നു. പുസ്തകം സരസ്വതി ദേവി എടുത്ത് തന്നില്ല, ബുക്കിനെ കാണാനില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിരാശയോട് തിരിച്ചു. തിരിയുന്ന നേരം എന്താ സംഭവിച്ചത്, ഈ പൂജാരി നേരത്തെ ബുക്കെടുത്ത് മോഷ്ടിച്ച് വെച്ചിരിക്കുക. നിരാശയോട് രാമാനുജാചാര്യർ തിരിയുന്ന നേരം ഡം എന്ന് പറഞ്ഞ് ദേവിയുടെ ദേഹത്തിരുന്ന് പുസ്തകം താഴെ വീണു. രാമാനുജാചാര്യർക്ക് വലിയ സന്തോഷമായി. പറഞ്ഞതുപോലെ ദേവി എനിക്ക് പുസ്തകം എടുത്ത് തന്നു. രാജാവും പറഞ്ഞു, സന്തോഷത്തോട് കൊണ്ടുപോയിക്കോളും. ഈ പണ്ഡിതന്മാരെല്ലാം പൂജാരി എടുത്ത് ചെന്ന് വഴക്കുണ്ടാക്കി. ഞങ്ങൾ ബുക്ക് എടുത്ത് മോഷ്ടിച്ച് വെക്കാനല്ലേ പറഞ്ഞത്, നിങ്ങളെന്തിനാ ഇങ്ങനെ വെളിയിലെടുത്ത് വെച്ചത്?
അപ്പോൾ പൂജാരി സത്യം പറഞ്ഞു, പണ്ഡിതന്മാരെ ക്ഷമിക്കണം, ഞാൻ രാത്രി ഈ പുസ്തകം മോഷ്ടിക്കാൻ വേണ്ടിയാണ് വന്നത്. വന്നു നോക്കിയപ്പോൾ ബുക്ക് കാണാനില്ല. ഇവർ മോഷ്ടിക്കാൻ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സരസ്വതി ദേവി ആദ്യമേ ആ പുസ്തകം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ രാമാനുജാചാര്യർക്ക് പുസ്തകം കിട്ടി. അദ്ദേഹം കശ്മീരിലിരുന്ന് സന്തോഷത്തോട് തിരിച്ച് ശ്രീരംഗം വരെ ആ ബുക്കും എടുത്തിട്ട്, പണ്ഡിതന്മാർ എന്നിട്ടും വിട്ടില്ല. കുറച്ച് കള്ളന്മാർക്ക് കാശ് കൊടുത്തിട്ട് പോകുന്ന, അധിക ദൂരം പോയിട്ടുണ്ടാവില്ല, അടുത്ത് പോയിട്ടേ ഉണ്ടാവുള്ളൂ, ചെന്ന് എങ്ങനെയെങ്കിലും ഇത് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കള്ളന്മാർ വന്ന് രാമാനുജാചാര്യരുടെ കയ്യിലിരുന്ന് പുസ്തകം പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. വീണ്ടും രാമാനുജാചാര്യർക്ക് വലിയ നിരാശയായി. അപ്പം കൂടെ വന്ന കൂരത്താഴ്വാർ പറഞ്ഞു, ആചാര്യസ്വാമികളെ വിഷമിക്കേണ്ട, എനിക്കറിയാം എന്തെങ്കിലും ചെയ്ത് അവർ പുസ്തകം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കിട്ടിയ സമയം കൊണ്ട് ഈ മുഴുവൻ പുസ്തകം ഞാൻ ബൈഹാർട്ട് ചെയ്തു, മനഃപ്പാടമാക്കി. നമ്മളൊക്കെ ഭഗവത്ഗീത തലകുത്തന് 100 പ്രാവശ്യം വായിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. കൂരത്താഴ്വാർ ഒറ്റ പ്രാവശ്യം വായിച്ച് ആ മുഴുവൻ പുസ്തകം ബൈഹാർട്ടാക്കി. ഇതാണ് ഉത്തമാധികാരി, മഹാഭക്തന്മാർ. ഗുരുവിൻ്റെ മനസ്സറിഞ്ഞ് ഗുരുവിന് എന്താണ് ആവശ്യം, എന്താണ് സന്തോഷം, ഗുരുവിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം പറയണ്ട ശിഷ്യൻ്റെ അടുത്ത്. എനിക്കിപ്പോഴും കുട്ടിക്കാലത്ത് സ്കൂളിൽ അടിവാങ്ങിച്ച കാര്യമൊക്കെ ഓർമ്മയുണ്ട്. ആരെങ്കിലും ടീച്ചർമാർ വന്ന് പിള്ളേരെ വഴക്ക് പറയുമ്പോൾ, നീ പഠിക്കുന്ന കണ്ടില്ലേ, ആ കുട്ടി എത്ര നന്നായിട്ട് പഠിക്കുന്നു, നിന്നെക്കൊണ്ട് ഒന്നും പറ്റുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ കുറേ സംസാരിക്കും. ഒരിക്കലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയും, പിന്നെ എന്നെ എന്തിനാ പഠിക്കാൻ പറയുന്നത്, അവൻ്റെ അടുത്ത് തന്നെ പോയാൽ പോരെ, ഒരടി അച്ഛൻ തന്നു. അതുപോലെ ഇവിടെ പറഞ്ഞാൽ പോലും ചിലപ്പം നമുക്ക് മനസ്സിലാവില്ല. ഉത്തമ ശിഷ്യന്മാരാരാ? ഗുരുവിൻ്റെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് ഗുരുനാഥൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യം ചെയ്യുന്നു ഉത്തമാധികാരി. അപ്പോൾ ആരാണ് യഥാർത്ഥ ഗുരു? ശിഷ്യൻ്റെ നന്മ കണ്ടുപിടിച്ച് ആ നന്മയെ പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ആൾ. ശിഷ്യന്മാരെങ്ങനെയാ? കനിഷ്ഠൻ, മധ്യമൻ, ഉത്തമൻ. കൊടുത്ത വാക്ക് മാത്രം പാലിക്കുന്നവൻ കനിഷ്ഠൻ, കൊടുത്ത വാക്കോട് സേവനങ്ങൾ ചെയ്യുന്നവൻ മധ്യവൻ, ഒന്നും പറഞ്ഞില്ലെങ്കിലും ഗുരുവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് അതനുസരിക്കുന്ന ആളാണ് ഉത്തമനായ ശിഷ്യൻ. അപ്പോൾ ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ കാരുണ്യം ആവശ്യമാണ്. ഹരേ കൃഷ്ണ. ഇന്ന് അധികം കുറച്ചും കൂടെ നീട്ടില്ല, ചുരുക്കുന്നു. കാരണം ഇന്ന് ഞങ്ങളൊരു പരിപാടിയില്ല. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.